ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു വാട്ടയിറ്റിൻ്റെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ചെറു ചൂടുവെള്ളം ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുട്ടും പയറുകറിയാണ് ഇന്ന് ഉണ്ടാക്കിയത്, അതും കഴിച്ചു. ഉച്ച ആയപ്പോഴത്തേക്കും ചേച്ചിയും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞാനിന്ന് രാവിലെ മേടിച്ച മീൻ കറി ഉണ്ടാക്കുകയും ചെയ്തു, അതുകൊണ്ട് വറുക്കുകയും പിന്നെ ചീരത്തോരൻ ഉണ്ടാക്കി. പിന്നെ പുളിച്ചമ്മന്തിപ്പൊടി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, അതും പിന്നെ പരിപ്പ് കുത്തി കാച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടായിരുന്നു കേട്ടോ ഇന്ന് ഞങ്ങളുടെ ചോറൂണ്. ചേച്ചിയും അമ്മയും പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ചിക്കനൊന്നും വാങ്ങാൻ പറ്റിയില്ല. മോള് വന്നപ്പോഴത്തേന് മൈലാഞ്ചിയുടെ ട്യൂബൊക്കെ എടുത്തിട്ടാട്ടോ വന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മൈലാഞ്ചിയുടെ ലാഗ്. ആദ്യം അവളാട്ടോ എൻ്റെ കയ്യിൽ മൈലാഞ്ചിയുടെ ഡിസൈനെല്ലാം ഇട്ട് തന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ കയ്യിലും സെയിം ഡിസൈനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വരയ്ക്കാനൊന്നും അറിയത്തില്ല, എന്നാലും ഞങ്ങൾ രണ്ടുപേരും കൂടി ചുമ്മാ ഒരു ട്രൈ ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും എനിക്ക് അവൾ ഇട്ട് തന്ന മൈലാഞ്ചി എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചായക്ക് കടി വാങ്ങാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയിട്ട് അപ്പോഴാണ് ഈ പൂക്കളെല്ലാം കണ്ടത്. അപ്പോൾ ഞാൻ ചേച്ചീനെ ആ പൂക്കളൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കടയിൽ നിന്ന് കട്ട്ലറ്റും ഉഴുന്നുവടയും ബോണ്ടയും പിന്നെ പൂച്ചപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പറയുന്നത് പൂച്ചപ്പവും പിന്നെ ഉള്ളിവടയൊക്കെ മേടിച്ചിട്ടാട്ടോ വന്നത്. അപ്പോൾ ഇവൾ ഈ പൂച്ചപ്പം ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിൽ അവൾ അത് വേഗം തന്നെ ചാടിയെടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ പാൽ ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ വീടിന് പുറത്തിരുന്നിട്ടാട്ടോ ഇന്ന് ചായയെല്ലാം കുടിച്ചത്. അപ്പോൾ അവിടെ പൂക്കളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നല്ല രസമാണ് പുറത്ത് വന്നിരുന്ന് ചായ കുടിക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ആകെ കൺഫ്യൂഷനായി, ഞാൻ ഏതോ ഓർഡർ ചെയ്ത് ചേച്ചി ഏതോ ഓർഡർ ചെയ്തതെന്ന് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാത്തിനും ഒരു ഭാഗം പിച്ച് ചീന്തി എടുത്ത്. പിന്നെ ഇത് നമ്മുടെ അനിയൻകുട്ടനാട്ടോ. അപ്പോൾ ഇന്ന് കൊച്ചിൻ്റെ പാട്ട് അമൃത ടിവിയിലുണ്ട്, നിവേദ് കൃഷ്ണ എന്നാണ് പേര്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചാ.